ഹായ്. ഈ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിക്കുകയുണ്ടായി. അതായത് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചു എന്ന നിലയിൽ ഒരു വാർത്ത മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടത് വ്യാജ വാർത്തയാണെന്നും റിപ്പോർട്ട് കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെ ആയാലും ഇങ്ങനെ ഒരു അവകാശം എന്താണ് എന്നും അതിന് നിയമപരമായി സാധുതയുണ്ടോ എന്നും പലർക്കും സംശയമുണ്ടാകാം. റൈറ്റ് ടു ഡിസ്കണക്ട് എന്നത് തൊഴിലാളിയുടെ അടിസ്ഥാന തൊഴിൽ അവകാശമാണ്. അതായത് തൊഴിൽ സമയത്തിന് പുറത്തുള്ള സമയത്ത് ഔദ്യോഗികമായി ജോലി സംബന്ധമായിട്ടുള്ള ഫോൺ കോളോ അല്ലെങ്കിൽ ഇമെയിൽ, മെസ്സേജ് തുടങ്ങിയവയ്ക്ക് തൊഴിലാളി മറുപടി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജോലിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, ജോലി സമയം കഴിഞ്ഞതിന് ശേഷം ജോലിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന ഒരു ആശയം, അങ്ങനെയുള്ളൊരു അവകാശമാണത്. കൃത്യമായി പറഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് അവൻ്റെ ജോലി സമയം കഴിഞ്ഞാൽ ജോലി സംബന്ധമായ ആശയവിനിമയങ്ങളിൽ നിന്നും സ്വയം വിട്ടുനിൽക്കാനുള്ള അവകാശം അതാണ്. കാരണം ജോലി സമയം കഴിഞ്ഞാലും ജീവനക്കാർ കൃത്യനിർവഹണത്തിൽ സജീവമാകുന്നത് ഇപ്പോൾ ഓവർ വർക്ക്, ബേൺ ഔട്ട്, ഇതെല്ലാം ഏറെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇന്ന് ചില രാജ്യങ്ങളൊക്കെ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. പല മേഖലകളിലും ജോലി സമയവും സ്വകാര്യ ജീവിതവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ ഇതൊരു പതിവ് കാഴ്ചയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയുന്നതിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബൈ.